ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നാണ് ആരംഭിക്കുക. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഈ ഘോഷയാത്ര പുറപ്പെടുക. ഘോഷയാത്ര ഈ മാസം 25-ന് പമ്പയിൽ എത്തിച്ചേരും. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ. ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീത്ത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ മണ്ഡല മകരവിളക്ക് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ ഒന്നാണ് ഈ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന. അതിനായി അത് അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഘോഷയാത്ര ഇന്ന് തുടങ്ങുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് അത്തരം ചടങ്ങുകൾ നടക്കുക എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിന്റെ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ എന്തായി? ഇതാ കണ്ടില്ലേ പ്രജിൻ, ക്രിസ്റ്റീന, എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ ഈ തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. വിവിധ ഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണത്തിന് ശേഷം അവിടെയൊക്കെ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകും. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് ഭക്തർക്ക് തങ്കയങ്കി ദർശിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുകൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. കാരണം അവരുടെ എല്ലാ വർഷത്തെയും അവരുടെ ഒരു ഉത്സവ തിമിർപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ആചാര പെരുമ തന്നെയാണ് ഈ ആളുകൾക്കുള്ളത്. ശ്രീ ചിത്തിര തിരുനാൾ രാജാവ് അയ്യപ്പന് ചാർത്തിയ തങ്കയങ്കി സ്വാഭാവികമായി എല്ലാ വർഷവും മണ്ഡല പൂജയ്ക്ക് അവിടെ ഈ പറയുന്ന ശബരിമലയിൽ ദീപാരാധനയ്ക്ക് മുന്നോടിയായി അത് ചാർത്തും. അതിനുശേഷമായിരിക്കും ദീപാരാധന നടക്കുക. ആ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട്. ഞായറാഴ്ചയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മോടൊപ്പം മനോജ് മാധവശ്ശേരി, ഇവിടുത്തെ ആറന്മുളയിലെ പ്രമുഖനാണ്, ക്ഷേത്ര കമ്മിറ്റി മെമ്പറൊക്കെയാണ്. എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? ഉഷാറല്ലേ? പിന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് 2 ദിവസമായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. അകത്തെ കാര്യങ്ങളെല്ലാം ചടങ്ങുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 7 മണിയാകുമ്പോഴത്തേക്ക് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തങ്കയങ്കി, അത് ആറന്മുള ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കുന്നത്. ആ തങ്കയങ്കി ഇന്ന് പോവുകയാണ്. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ഓരോ ഭക്തരും കഴിഞ്ഞ വർഷത്തിനൊക്കെ യഥാർത്ഥത്തിൽ അതുവരെ പോകുന്നുണ്ടോ? അതുവരെ പോകുന്ന കൂടെ കുറച്ച് പോകുന്നുണ്ട്. എന്തായാലും ഭഗവാന്റെ ഭക്തർ പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനൊക്കെ അഭൂതമായ ഒരു തിരക്കാണ് ഈ വർഷം കാണുന്നത്. ഓരോ വർഷം തിരക്ക് കൂടിക്കൂടി വരുന്നത്. ഈ വർഷം എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റിയത് തിരുവാറന്മുളയപ്പൻ്റെയും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തന്നെയായിട്ടാണ് കാണുന്നത്. പ്രസിഡന്റൊക്കെ എപ്പോൾ എത്തിച്ചേരും? ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയെന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഇവിടെ എത്തും. 7 മണിയാകുമ്പോഴത്തേക്ക് അദ്ദേഹവും അതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാരും പിന്നെ കളക്ടർ ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തിരക്കൊക്കെ ശബരിമലയിലും ഭയങ്കര ക്രമീകരണമൊക്കെയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊരു കൺഗ്രാജുലേഷൻ പറയാം ഈ ഒരു ഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത രീതിയിലാണ് ശബരിമല ഒരു പരാതിരഹിതമായിട്ട് ഇന്ന് വരെ പോകുന്നത്. ഈ ഒരു ദിവസം വരെ പരാതിരഹിതമായിട്ടാണ് പോകുന്നത്. അയ്യപ്പ ഭക്തരൊക്കെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവിടെ ഭഗവാനെ കണ്ട് ദർശനം നടത്തി പോവുകയും ചെയ്യും. വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ കാര്യം അനുഗ്രഹം നടക്കുന്നത്. അതാണ് മനോജ് മാധവശ്ശേരി അടക്കമുള്ള ആളുകൾക്ക് പറയാനുള്ളത്. അവരൊക്കെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളൊക്കെയാണ്, ആറന്മുള ക്ഷേത്രത്തിൻ്റെ. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഏതാണ്ട് 7 മണിയോടുകൂടി ഈ 400-ലധികം കിലോ വരുന്ന അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ട് പോലീസിന്റെയൊക്കെ ഡിവൈഎസ്പി എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ഘോഷയാത്ര ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും അവിടെ തുടങ്ങിയിട്ടുണ്ട്. ശ്രീകുമാറിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.